ഈ കേരളത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഒരു ഉത്തരാർദ്ധത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നുവെന്ന് ചരിത്രമറിയുന്നവർക്കൊക്കെ അറിയാം. വൈദേശിക മേൽക്കോയ്മയുടെ സന്ധിയില്ലാത്ത ചെറുത്തുനിൽപ്പും യുദ്ധങ്ങളും കാരണം സാമ്പത്തികമായി അവർ അങ്ങേയറ്റം ക്ഷീണിച്ചിരുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുന്നതിന് പകരം പാരമ്പര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുകയാണ് അവർ ചെയ്തത്. യഥാർത്ഥത്തിലുള്ള മതമാണ് കേരളത്തിൽ ആദ്യം പ്രചരിച്ചത് എങ്കിലും പിൽക്കാലത്തുണ്ടായ മദ്ഹബി പക്ഷപാതിത്വങ്ങളും സൂഫി ചിന്താഗതിയും ത്വരീക്കത്തുകളും ഇവിടെയും കടന്നുകൂടുകയാണുണ്ടായത്. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും ശിർക്ക് ബിദ്അത്തുകളിലും മുഴുകി. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കരിമ്പടത്തിനുള്ളിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ഒരു സമുദായമായിരുന്നു കേരളത്തിലെ മുസ്ലിം സമുദായം എന്നത് ചരിത്രമറിയുന്ന എല്ലാവർക്കും ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ്. മതത്തിന്റെ പ്രമാണങ്ങൾ എന്താണെന്ന് അറിയാതെ നാട്ടാചാരങ്ങളെ മതമായി കണ്ട ഒരു സമൂഹം, വൈജ്ഞാനിക രംഗത്ത് നിന്ന് അകറ്റപ്പെട്ട ഒരു ജനക്കൂട്ടം, സമൂഹത്തിനൊത്ത് മതം പറയുന്ന പണ്ഡിതന്മാർ, ഇതായിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. ഈ സാഹചര്യത്തിൽ നവോത്ഥാന രംഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ സംഘടിത മുന്നേറ്റത്തിന്റെ പാതയിൽ നാഴികക്കല്ലായി കടന്നു വന്ന സംരംഭമാണ് കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത്. ഇതിന്റെ 2-ാം വാർഷികത്തിൽ വെച്ച് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു ചേർത്ത് ഉലമാ കോൺഫറൻസ് നടത്താനും ഐക്യസംഘത്തിന് കരുത്തു പകരാനും ഒരു പണ്ഡിത സംഘം രൂപീകരിക്കുവാനും നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിക്കുകയാണുണ്ടായത്. അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംഘം എന്ന പേരിൽ കേരളത്തിൽ ആദ്യത്തെ പണ്ഡിത സംഘടന നിലവിൽ വരികയാണ്.